ഓപ്പറേഷൻ സിന്ദൂരിന്റെ പേരിൽ രാജ്ഭവനിൽ വെച്ചിരിക്കുന്ന ഒരു പരിപാടിയിൽ അറിയപ്പെടുന്ന ഒരു RSS നേതാവിനെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ചിരിക്കുകയാണ്, ശ്രീ ഗുരുമൂർത്തിയെ കൊണ്ട്. അദ്ദേഹം അവിടെ നടത്തിയ പ്രസംഗത്തിൽ ഇതിനു മുൻപുണ്ടായിരുന്ന കേന്ദ്ര ഗവൺമെന്റുകളെക്കുറിച്ചും പ്രധാനമന്ത്രിമാരെക്കുറിച്ചും അധിക്ഷേപകരമായ പരാമർശങ്ങളാണ് നടത്തിയത്. ഇത്തരം രാഷ്ട്രീയ പ്രസംഗങ്ങൾ നടത്താൻ, വിവാദങ്ങൾ പറയാൻ ഉള്ള സ്ഥലമല്ല രാജ്ഭവൻ. രാജ്ഭവൻ ഈ സംസ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ഗവർണറുടെ ആസ്ഥാനമാണ്. അവിടെ നടക്കുന്ന ഓപ്പറേഷൻ സിന്ദൂർ പരിപാടി നടത്തുന്നതിൽ ഞങ്ങൾക്ക് ആർക്കും യാതൊരു വിരോധമില്ല. അതിൽ മിലിറ്ററി എക്സ്പെർട്ടുകളെ കൊണ്ടുവന്നോ, വിദഗ്ധന്മാരെ കൊണ്ടുവന്നോ, വിദേശകാര്യ വിദഗ്ധന്മാരെ കൊണ്ടുവന്നോ പ്രഭാഷണ പരമ്പരകൾ നടത്തുന്നതിലോ, സർക്കാർ അവിടെ ചെയ്ത കാര്യങ്ങൾ, സൈന്യം അവിടെ ചെയ്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിനോ ഒന്നും ഞങ്ങൾക്ക് ആർക്കും യാതൊരു വിരോധമില്ല. പക്ഷേ രാജ്ഭവനിൽ ഔദ്യോഗികമായ ഒരു RSS നേതാവിനെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിക്കുകയും ഗവൺമെന്റിനെതിരായിട്ട്, ഇതിനു മുമ്പുള്ള ഗവൺമെന്റുകൾക്കെതിരായിട്ടുള്ള രാഷ്ട്രീയമായ പരാമർശങ്ങൾ നടത്തുകയും ചെയ്തത് ദൗർഭാഗ്യകരമാണ്, അത് അനൗചിത്യമാണ്. സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ ഉള്ള പ്രതിഷേധം ഗവർണറെ അറിയിക്കണം എന്നാണ് ഞങ്ങൾ അതിശക്തിയായി പ്രതിഷേധിക്കുന്നത്. അവിടെ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അറിയപ്പെടുന്ന ഒരു RSS നേതാവ് വന്ന് രാഷ്ട്രീയ പ്രസംഗം രാജ്ഭവനിൽ നടത്താൻ പാടില്ല. അതിന് ഞങ്ങൾ ശക്തിയായി പ്രതിഷേധിക്കുന്നു. സർക്കാർ ഇതിൻ്റെ അഭിപ്രായം മുഖ്യമന്ത്രി വ്യക്തമാക്കണം, ഗവർണറെ പ്രതിഷേധം അറിയിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. രണ്ടാമത്തെ കാര്യം, ഞാൻ മുഖ്യമന്ത്രിയോട് കഴിഞ്ഞ ദിവസം ഒരു ചോദ്യം ചോദിച്ചിരുന്നു. പരസ്യമല്ലാതെ മാധ്യമങ്ങൾക്ക് വേറെ ഏതെങ്കിലും വഴിക്ക് പണം കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം അതിന് ഉത്തരം പറയാതെ വളരെ ബുദ്ധിപൂർവ്വം ഒഴിഞ്ഞു മാറി. ഉണ്ടെന്നും പറഞ്ഞില്ല, ഇല്ലെന്നും പറഞ്ഞില്ല. ഞാൻ മാധ്യമങ്ങൾക്ക് എതിരായിട്ടാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു. ഞാൻ മാധ്യമങ്ങൾക്ക് എതിരായിട്ടല്ല, ഞാൻ മുഖ്യമന്ത്രിയോടാണ് ചോദിച്ചത്. വേറൊരു വ്യവസായ മന്ത്രി പറഞ്ഞു ഞാൻ മാധ്യമപ്രവർത്തകർക്കെതിരായി പറഞ്ഞു. ഞാൻ മാധ്യമപ്രവർത്തകർക്കെതിരായിട്ടല്ല. മാധ്യമങ്ങൾക്ക് പരസ്യമല്ലാതെ പണം കൊടുക്കുന്നുണ്ടെങ്കിൽ നികുതി പണത്തിൽ നിന്നാണ് കൊടുക്കുന്നത്. അതെന്തിനാണ് അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ എത്ര തുകയാണ് കൊടുത്തത്? സർക്കാരോ സർക്കാരിൻ്റെ കീഴിലുള്ള ഏതെങ്കിലും ഏജൻസിയോ ആ പണം കൊടുത്തിട്ടുണ്ടോ? ഇതാണ് വ്യക്തമാക്കേണ്ടത്. അദ്ദേഹം പറഞ്ഞു പ്രതിപക്ഷ നേതാവ് പരിഹാസനാവുമെന്ന്. ഞാനെന്തിനാ പരിഹാസനാവുന്നത്? പണം കൊടുത്ത് മാർക്കിടിച്ച മുഖ്യമന്ത്രിയല്ലേ പരിഹാസനാവേണ്ടത്? പണം കൊടുത്ത് മാർക്കിടിക്കല്ലേ? പണം കൊടുത്ത് പ്രമോഷൻ നടത്തുന്ന മുഖ്യമന്ത്രിയാണ് പരിഹാസനാവേണ്ടത്. അതിനെ വിമർശിച്ച ഞാനെന്തിനാ പരിഹാസനാണ്? അപ്പോൾ അതിന് മറുപടി പറയാതെ അദ്ദേഹം ഒഴിഞ്ഞു മാറിയാണ്. മറുപടി അദ്ദേഹം പറഞ്ഞേ മതിയാവും. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അല്ല, സർക്കാർ 4-ാം